ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വ്ളോഗായിട്ടൊന്നല്ല കേട്ടാ. ഇന്നൊരു മിക്സറിന്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ എനിക്കും അറിയുന്നില്ല. ഞാനിങ്ങനെ നോക്കി വന്നപ്പോ ഇങ്ങനെ അരിപ്പൊടി ഇട്ട് പറ്റാവുന്നൊരു മിക്സർ കണ്ടപ്പോ ഞാൻ എടുത്ത് നോക്കിയതാണ്. അപ്പൊ അതാദ്യം തന്നെ അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് പാകമായിട്ടുള്ള മുളകും പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് നന്നായി വെള്ളം ഒഴിച്ചിട്ട് സാധാ പച്ചവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കുക. അപ്പൊ അതിന് ശേഷം മേലെ ഒരു ഇത്തിരി ഓയിലാ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക. അപ്പൊ ഞാന് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളെ നൂലപ്പത്തിന്റെ അച്ചിലേക്കൊന്ന് ഈ സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ എണ്ണ ചൂടാവുമ്പോൾ അതൊന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. അപ്പൊ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊന്ന് തിരിക്കാൻ. ഒറ്റ കൈയായിട്ട് തന്നെ ഇങ്ങനെ ഇതാക്കി വരണ്ടേ. അപ്പൊ ഞാൻ സൈഡിലൊക്കെ ഒന്ന് എണ്ണൊക്കെ പുരട്ടി കൊടുത്തിട്ടാണ് ട്ടാ ഇങ്ങനെ തിരിച്ചത്. അപ്പൊ അതൊന്ന് എല്ലാരും ശ്രദ്ധിച്ചു. സൈഡിലൊക്കെ ഒന്ന് ആ അച്ചിന്റെ സൈഡിലൊക്കെ ആയിട്ടൊന്ന് എണ്ണ പറ്റി കൊടുത്താൽ മതി. അപ്പൊ ഞാനിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ചുട്ടിട്ടല്ല, ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതെവിടെ ആകെ അലങ്കോലായിട്ടാണ് കേട്ടോ എടുക്കണത്. ഇന്റെ ഒരേ കാര്യങ്ങളാണ് ഈ കാട്ടിക്കൂട്ടിയിരിക്കണത് ഞാൻ. അപ്പൊ അതിന്റെ പൊടിയൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെ ഇനി ഈ മറ്റേ വേപ്പിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കടല വറുത്തെടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഉണക്കമുളക് കയ്യിലുണ്ടെങ്കിൽ ഉണക്കമുളക് ഒന്ന് വറുത്തിട്ട് നമ്മൾ എരിവിന് പാകമായിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ ദേ ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ മറ്റേ കടല ഉണ്ടായിരുന്നില്ല കേട്ടോ, വാങ്ങിക്കാൻ മറന്നു പോയതാ. അപ്പൊ ഈ കടല എന്തായാലും ഇത് വെറുതെ ഒന്ന് മേടിച്ചതാണ്, കഴിക്കാൻ വിചാരിച്ച് മേടിച്ചതാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്ന്, ആ മാവ് കുഴക്കണേല് കുറച്ച് കായപ്പൊടി ഇടാണ്ട് കേട്ടാ. അപ്പൊ ആ കായപ്പൊടി കൂടെ ഇട്ടിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാന്. അപ്പൊ ഇത് അതിന് ശേഷം മേലൊന്ന് കുറച്ച് കായപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ടേസ്റ്റ് നമുക്കൊരു വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കായപ്പൊടി മേലെ ഇട്ട് കൊടുക്കുക. അതുപോലെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാന് ഒരു തളികയിലാണ് അത് വിരിക്കാൻ വിചാരിച്ചത്. തളികയില് ഇത് നിച്ചുമോന്റെ പണിയാണ്. അതിന്റെ ഇടക്ക് പപ്പായ എടുത്തിട്ട് അതിന്റെ മേലെ ഇട്ടിട്ടുണ്ടായിരുന്നു. പപ്പായ തന്നെയും തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ അതെ ഞാൻ ഇതൊന്ന് തളികയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ തളികയിൽ ഇട്ടപ്പോഴാണ് കണ്ടത് എണ്ണ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനൊരു പേപ്പർ വിരിച്ചിട്ട് അവിടെ ഇട്ട്. അപ്പൊ അത്യാവശ്യം എണ്ണൊക്കെ പോയി. പിന്നെ അതെ നിച്ചുമോനും ഇങ്ങനെ കളിക്കാതിലിരുന്നത്. അപ്പൊ അതിന്റെ ഇടക്ക് അവന് കഴിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അവനക്ക് ഇഷ്ടമായിട്ടൊക്കെ ഉണ്ട് സംഭവം. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എനിക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടാ. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.